ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ എന്താ പരിപാടി നോക്കിയാൽ വേറെ ഒന്നല്ല. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെണ്ടയ്ക്കൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ. വലുതായത്. അപ്പോൾ ഒരെണ്ണം എന്താ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. നല്ല വലുതായിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള വെണ്ടയ്ക്കാണ്. അപ്പോൾ കുറച്ചധികം ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ചെടികൾ ഞാൻ വാഴക്കേൻ്റെ മുകളിൽ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനല്ല, അമ്മ. അപ്പോൾ അമ്മ എന്നോട് എടുക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ചെടിമേ 2 ഉണ്ടായിരുന്നു. നേരത്തെ എടുത്തതിൽ 1 ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ പറിച്ചെടുക്കാണ്. കറിക്ക് എടുക്കാനാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, ബേബി വെണ്ടയ്ക്കാസും ഉണ്ട് കേട്ടോ. ഇത് നല്ലോണം നീളമായിട്ടുണ്ട്. കുറേ കുഞ്ഞു വെണ്ടയ്ക്കാസായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്തായാലും 4 എണ്ണമാണ് കിട്ടിയേക്കണേ. കുറേ ബേബി വെണ്ടയ്ക്കാസൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ വീണ്ടും 1 കിട്ടി. അതിൻ്റെ ഒപ്പം തന്നെ കുറേ ബേബി വെണ്ടയ്ക്കാസ് ഉണ്ട്. അത് വലുതാകുമ്പോൾ ഞാൻ പറിക്കും. അപ്പോൾ കുറച്ചധികം കിട്ടി വെണ്ടയ്ക്ക. എന്തായാലും നമുക്ക് കറിക്ക് ഉപയോഗിക്കാനാണ്. ഫ്രഷ് വെണ്ടയ്ക്കാണ്. നിങ്ങൾക്കും അതേപോലെ കൃഷിയൊക്കെ ചെയ്ത് വെണ്ടയ്ക്ക എടുക്കാം കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക മാത്രമല്ല, മുളകുണ്ട്, പൂവൊക്കെ ഉണ്ട് കേട്ടോ. മുളകിൻ്റെ തക്കാളി ഉണ്ട്. ഇത് കുഞ്ഞി തക്കാളി ആയിട്ടുണ്ട് കേട്ടോ. ഇതുമ്മ തക്കാളി ഉണ്ട്. 2-3 തക്കാളിയുടെ തൈകളുണ്ട്. പിന്നെ കണ്ടു, ഇതിലും ബേബി തക്കാളി ആയിട്ടുണ്ട്. ഇത് കുറച്ച് വലുതായിട്ടുണ്ട്. തക്കാളി ഉണ്ട്. പിന്നെ നല്ല വഴുതനങ്ങയുണ്ട്. അങ്ങനെ കുറച്ചധികം പ്ലാന്റ്സൊക്കെ ഞാനല്ല, അമ്മ മുകളിൽ നട്ടുണ്ട്. ഇതെനിക്ക് വീണ്ടും ഒരു വെണ്ടയ്ക്ക് കിട്ടി. അങ്ങനെ ടോട്ടൽ എനിക്കൊരു 6 വെണ്ടയ്ക്കാണ് കിട്ടിയേക്കണേ. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഇതാ ഒരു കുഞ്ഞെന്തോ ഇത് മുളച്ച് വന്നിരിക്കണം. എന്തിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ടോട്ടൽ 6 വെണ്ടയ്ക്ക കിട്ടിയിട്ടോ. വളരെ ഫ്രഷ് വെണ്ടയ്ക്കാണ്. ഇതൊക്കെ ഒറിജിനൽ കളറാണ് കേട്ടോ. നല്ല പച്ച കളറായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ വെണ്ടയ്ക്കൊക്കെ നടാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.